നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ലഗ്നാൽ 7-ൽ ശുക്രനാണ്. അപ്പോൾ ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ ഏപ്രിൽ മാസം 19-ാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രത്തിലേക്ക് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം മാറുകയും ചെയ്യും. ഇഷ്ടസ്ഥാനത്താണ് ആദിത്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നത്, പിന്നെ സൂര്യനും നിൽക്കുന്നത്. അപ്പോൾ 4 പാപഗ്രഹങ്ങൾ ഒരുമിച്ച് യോഗം ചെയ്ത് ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. 3, 6, 11 ഭാവങ്ങൾ പാപഗ്രഹങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനങ്ങളായത് കാരണമുണ്ട്. രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് വർദ്ധിപ്പിക്കുമെങ്കിലും മറ്റുള്ള രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. ഈ മാസത്തിൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിപ്പിക്കും. ബാധകാധിപതിയും ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നു. ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കൊണ്ട് ഉള്ള വിഷമങ്ങൾ അനുഭവിക്കാനായിട്ട് വരും. ഒന്ന്, കാൽപാദത്തിന് വേദന, കാലിൻ്റെ മുട്ടിനതായിട്ടുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള വിഷയങ്ങൾ. രണ്ടാമത്, ശത്രുദോഷം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്ന കേൾക്കാനിടവരിക, അല്ലെങ്കിൽ പരദൂഷണം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള സാധ്യത. സാമ്പത്തികമായ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ടാകാമെന്ന് മാത്രമല്ല, 4ാം ഭാവാധിപതി 6ാം ഭാവത്തിൽ പോയിട്ട് സൂര്യനോട് യോഗം ചെയ്തും ചൊവ്വയോട് ചേർന്നൊക്കെ നിൽക്കുന്നത് കാരണമുണ്ട് ഭൂമി സംബന്ധമായിട്ട്, അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ, വിവാഹം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളോ, സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുഖാന്തരം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടേണ്ട രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും കേസ് പോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഒരു യോഗമുള്ള സമയമാണ്. ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് പേടിക്കേണ്ട. എന്നാൽ പോലും ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള വിപരീതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോകാതെ അതിനെയൊക്കെ അതിജീവിക്കാൻ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയും കൂടിയാണ്. അപ്പം ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്തും ശത്രുസ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തും നിൽക്കുന്നതുകൊണ്ട് പിതാവിൻ്റെ കുടുംബത്തിലേക്കോ വന്നിരിക്കുന്ന ശത്രുദോഷങ്ങളുടെ ദുരിതം അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. അതുമാത്രമല്ല, പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിപ്പിക്കുക, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരം കേൾക്കാനിടവരിക, സംസാരിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യോഗം ഉള്ളത് കാരണമുണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, ഗണപതി ഹോമം ചെയ്യുക, നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.